വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ബുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. 1934 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ചന്ദ്രിക പ്രസ്ഥാനത്തിൻ്റെ ചന്ദ്രിക ദിനപത്രം പീരിയോഡിക്കൽസ് അടക്കം ചന്ദ്രികയുടെ സമ്പൂർണമായൊരു ചരിത്രം, ചന്ദ്രികയിലൂടെ കേരളത്തിൻ്റെ അച്ചടി മാധ്യമങ്ങളുടെ ഒരു ചരിത്രം പറയുന്ന പുസ്തകമാണ് പ്രിയപ്പെട്ട നവാസ് പൂനൂർ, ചന്ദ്രികയുടെ മുൻ പത്രാധിപർ കൂടിയായിരുന്ന നവാസ് പൂനൂർ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ ചന്ദ്രികയെ സംബന്ധിച്ച് ചന്ദ്രികയുടെ പിറവി വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കൽ മാത്രമായിരുന്നില്ല. ചന്ദ്രിക തികച്ചും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അക്ഷരങ്ങളോട് അകന്നു നിന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തെ അക്ഷര വെളിച്ചത്തിലൂടെ കൈപിടിച്ച് നടത്തി അവരെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചതാണ്. നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പ് ഇങ്ങ് തിരുവിതാംകൂറിൽ നിന്ന് വക്കം മൗലവി തുടങ്ങി വെച്ച ഒരു നവോത്ഥാന സന്ദേശമുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു ലോകമില്ലെന്നും ഒരു കാലമില്ലെന്നും കരുതിയിരുന്ന കാലത്ത് നിന്ന് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച ഒരു നവോത്ഥാന സന്ദേശം. ആ നവോത്ഥാന സന്ദേശത്തിൻ്റെ തുടർച്ചയായാണ് ചന്ദ്രിക ഉദയം കൊള്ളുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് ചന്ദ്രികയുടെ ചരിത്രം കേവലം 550ഓളം പേജുകളിൽ നവാസ് പൂനൂർ എഴുതിയിരിക്കുമ്പോഴും ചന്ദ്രികയുടെ ചരിത്രം അവിടെയെങ്ങും അവസാനിക്കുന്നതല്ല. ചന്ദ്രികയെ സുദീർഘമായ ഒരു ചരിത്രം, അതിന് CH-നെ പോലുള്ള മഹാരഥന്മാർ നൽകിയ ശക്തമായ ധീരമായ നേതൃത്വം, ഇതൊക്കെ എല്ലാ കാലത്തും മലയാള മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മലയാള മാധ്യമ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി വിശദമായി ഈ വിഷയം മുനീർ സാറ് സംസാരിക്കുമെന്ന് കരുതുന്നു. ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രിക എന്ന് പറയുന്നത് ഒരു വികാരമായി ഉണ്ടായതാണ്. സിദി സാഹിബ്, സത്താർ സേട്ടു സാഹിബ്, ഇവർ രണ്ടുപേരുമാണ് അതിന് ബീജാപാപം നൽകിയിട്ടുള്ളത്. പിന്നെ വളരെ പ്രയാസപ്പെട്ട് വളർന്നു വന്ന ഒരു പത്രമാണ് ചന്ദ്രിക. എന്നാൽ കാലത്തേക്ക് അതിജയിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ചന്ദ്രിക നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ചന്ദ്രികയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വൈകാരികമായി മാത്രമേ അതിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ നവാസ് പൂനൂർ, അദ്ദേഹം ചന്ദ്രികയുടെ ഭാഗമായി നിന്ന ആളാണ്. അദ്ദേഹം വളരെ ആഴത്തിൽ ചന്ദ്രികയുടെ ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള ബൃഹത്തായ ഒരു പുസ്തകമാണ് ഈ ചന്ദ്രിക. അപ്പോൾ ജേക്കബ് ജോർജ് ഉണ്ട്, കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പുസ്തക ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ചേർത്ത് വെക്കണമെങ്കിൽ ഞാൻ പിന്നീട് അതിലിടപെട്ടോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വഴിമാറും. ആദ്യം നവാസ്ക തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ ശേഷം ജേക്കബ് ജോർജ് അതിലേക്ക് കടക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 90 വയസ്സ് കഴിഞ്ഞ ഒരു പത്രമാണ് ചന്ദ്രിക. 1934 വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനം എന്ന് പറയുന്ന തലശ്ശേരിയിൽ തുടങ്ങിയ പത്രമാണ്. മുനീർ സാഹിബ് പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗം സഹിച്ച് തുടങ്ങിയ പത്രം. 500 പത്രമാണ് ആദ്യം അടിച്ചത്. 500 കോപ്പി പത്രം അടിച്ചത് 5 രൂപയുടെ 100 ഷെയർ പിരിച്ചുള്ള ഒരു ടീമുണ്ടാക്കിയാണ്. അതിനുശേഷമാണ് AK കുഞ്ഞുമോൻ ഹാജിയെപ്പോലെ, CP മമ്മൂക്കയെപ്പോലെ കുറേ മുസ്ലിം പ്രമുഖർ ഈ പത്രത്തിലേക്ക് വരികയും പത്രം തുടങ്ങുകയും ചെയ്തത്. ഇത് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായല്ല തുടങ്ങിയത്. ഒരു മുസ്ലിം പത്രം തുടങ്ങി അത് ക്രമേണ മുസ്ലിം ലീഗിൻ്റെ പത്രമായി മാറുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗ് അതിന് ശേഷമാണ് കേരളത്തിലും മലബാറിലുമൊക്കെ വന്നത്. വളരെ കഷ്ടപ്പെട്ട് തുടങ്ങിയ പത്രം. ഈ പത്രത്തിൻ്റെ ഒരുപാട്
അനുഭവങ്ങൾ ഇതിൽ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഡിജിറ്റൽ വേൾഡിലെ സമയം പിന്നോട്ട് പായുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. തന്നെയുമല്ല, എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ജേക്കബ് ജോർജിനെയാണ്. അപ്പോൾ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ചർച്ച ആണ് കേൾക്കേണ്ടത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അതിൻ്റെ ഒരു മാനേജറായിരുന്ന ശങ്കുണ്ണി എന്നൊരു മാനേജർ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആഫീസിൽ വന്നപ്പോൾ, തലശ്ശേരിയിലെ ആഫീസിൽ വന്നപ്പോൾ പിന്നെ പത്രമടിക്കാൻ കടലാസില്ലാത്തപ്പോൾ ആളുകളൊക്കെ വലിയ വിഷമത്തിലായി. ഒരു നിവൃത്തിയുമില്ല, ആരെയും ബന്ധപ്പെട്ടിട്ട് പൈസ കടം കിട്ടുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം വന്ന് ആഫീസിൽ വരാറുള്ളത് ഒരു സൈക്കിളിലായിരുന്നു, ചവിട്ടുന്ന ബൈസൈക്കിളിലാണ് വരാറുള്ളത്. അദ്ദേഹം താമസിക്കുന്നത് 8 നാഴിക അകലെ, അതൊരു 10-12 കിലോമീറ്റർ അകലെയാണ്. അദ്ദേഹം സൈക്കിളും എടുത്ത് പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അലക്കിക്കൊണ്ടിരിക്കുക, പുറത്ത് അലക്കുകല്ലിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ വിളിച്ചു അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ആ താലി ഒന്ന് അഴിച്ചു തരണം എന്ന്. അപ്പോൾ ശങ്കുണ്ണിയുടെ ഭാര്യ ഒരു മടിയും കൂടാതെ ആ താലിമാല അഴിച്ചു കൊടുത്തു. അതും താലി അഴിച്ച് അവരെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം. അപ്പോൾ അവർ ചോദിച്ചു, എന്ത് പറ്റി, എന്താ വ്യക്തിപരമായ വല്ല കാര്യമാണെന്നുള്ള നിലയിൽ അവർ വിഷമത്തോട് ചോദിച്ചു, എന്താണെന്ന്. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം അതേ സൈക്കിളിൽ തന്നെ തിരിച്ച് തലശ്ശേരിയിലെത്തി കടലാസ് വാങ്ങി പത്രമടിച്ചു. ഇങ്ങനെ ഒരുപാട് കഷ്ടം, ഒരുപാട് ആളുകളുടെ ത്യാഗത്തിൻ്റെ, വേദനയുടെ, പ്രയാസത്തിൻ്റെ ഒക്കെ കഥയാണ് ചന്ദ്രികയുടെ കഥ. ചന്ദ്രികയുടെ ചരിത്രവും അതാണ്. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വികാരമായി മാറിയ പത്രമാണെങ്കിലും ഇതിൽ ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അല്ല ഇതിലുള്ളത്. ഇപ്പോഴും ഞാനൊക്കെ പത്രാധിപരായിരുന്ന സമയത്ത് പോലും എൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെയോ ഒരു യാത്രാപത്ത പാസ്സാക്കേണ്ടിയിരുന്ന ഫൈനാൻസ് ഓഫീസർ കണ്ണൻ എന്ന ഒരു ആളായിരുന്നു. കണ്ണൻ എന്ന തളിപ്പറമ്പുകാരനായ ഒരാളാണ് അതിൻ്റെ ഫൈനാൻസ് ഓഫീസർ ഉണ്ടായത്. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ ലീഗിൻ്റെ നിലപാടും മതേതര നിലപാടാണെന്ന് പറയുന്നത് പോലെ ചന്ദ്രികയുടെ നിലപാടും എന്നും മതേതര നിലപാടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ കാര്യം കൂടി സാന്ദർഭികമായി പറയാനുള്ളത്, മുനീർ സാഹിബ് ഉൾപ്പെടെ CH മുഹമ്മദ് ഗോയിൽ തുടങ്ങി മുനീർ സാഹിബ് വരെ എത്തി നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, അവരൊക്കെ ഭരണത്തിൽ വന്ന കാലഘട്ടത്തിലൊക്കെ, ഏത് കാലഘട്ടത്തിലൊക്കെ ഇവർ ഭരണത്തിലുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പകുതിയിലേറെ ആളുകളും ലീഗുകാരല്ലെന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ പോലും ആയിരുന്നില്ല. എല്ലാ കാലത്തും അങ്ങനെ, CHൻ്റെ കാലം മുതൽ ഇവരുടെയൊക്കെ മുനീർ സാഹിബിൻ്റെ ഒക്കെ കാലം വരെ എല്ലാ കാലത്തും അങ്ങനെ. അത് തന്നെയാണ് ചന്ദ്രികയും, അതേ നിലപാടാണ് ചന്ദ്രികയും പിന്തുടരുന്നത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ചന്ദ്രികയുമായി പങ്കുവെക്കാനുണ്ട്. ഇത് കൂടുതൽ പറയാം ജേക്കബ് ഏട്ടനെ കേട്ട ശേഷം. നമുക്ക് വേറെ വല്ല സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. ജേക്കബ് ഏട്ടൻ കേട്ട ശേഷം വീണ്ടും സംസാരിക്കാം. താങ്ക് യു നവാസ് പൂനൂരിനോട് എനിക്കുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത്, ഞങ്ങൾ സജീവമായി യൂണിയൻ പ്രവർത്തന രംഗത്ത്, പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ്. അതിൽ 98 മുതൽ 2001 വരെ ഞാൻ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന പ്രസിഡൻ്റ്. അപ്പം നവാസ് നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങളിങ്ങനെ കമ്മിറ്റി കൂടും. ചില വഴക്കൊന്നുമില്ല, ഞങ്ങളുടെ കമ്മിറ്റിയിലെ പത്രപ്രവർത്തക യൂണിയൻ്റെ കമ്മിറ്റിയിൽ വഴക്കും വെക്കാണോ ഒന്നുമില്ല. വളരെ സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി ഇടപെട്ടിരുന്നവരാണ് ഞങ്ങൾ പത്രക്കാർ. സാധാരണ യൂണിയനിലൊക്കെ വഴക്കുണ്ട്, ബഹളമൊക്കെ ഉണ്ട്, ഉള്ള കമ്മിറ്റികളുണ്ട്, സംസ്ഥാന കമ്മിറ്റികളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നവാസ് പൂനൂരിനെ പോലുള്ളവരുടെ ഒരു സഹകരണം, സഹവർത്തിത്വം, അതാണ് അതിന് കാരണം. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് രംഗത്ത് നിന്ന ഒരു കാലഘട്ടം. ചന്ദ്രികയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് പറയാനുള്ള യോഗ്യത വളരെ കുറവാണ്. ആകെ കൂടിയുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നത്, മുസ്ലിം സമുദായം, മുസ്ലിം രാഷ്ട്രീയം, പ്രത്യേകിച്ച് ലീഗ് രാഷ്ട്രീയം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. എൻ്റെ മാതൃഭൂമി കാലം മുതൽ തന്നെ. ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട MK മുനീർ നിയമസഭയുടെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഞാനൊരു സ്ഥിരം സന്ദർശകനാണ്. ഇഫ്താറൊക്കെ വരുമ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടി എന്നെയും ഭാര്യയും കൂടി ക്ഷണിക്കും. ഞങ്ങളവിടെ പോയി അങ്ങനെ സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കും. മണിക്കൂറുകളോളം ഇരുന്ന് വർത്തമാനം പറയും. ലീഗ് രാഷ്ട്രീയം. എനിക്ക് മുനീറിനെ കാണാൻ കഴിഞ്ഞത് തീവ്രവാദത്തിനെതിരെ
വർഗീയവാദത്തിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുനീർ, ഒരു നേതാവിനെയാണെന്ന് ഞാൻ കണ്ടത്. എപ്പോഴും വർത്തമാനം അതാണ്, ലീഗിൻ്റെ നിലപാട് അങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ജനാധിപത്യ മൂല്യങ്ങളും മതേതര നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി. ആ ഒരു രാഷ്ട്രീയമായിരുന്നു എക്കാലത്തും മുനീറിൻ്റെ സ്വപ്നം. ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഞാൻ അന്നേരം ഇന്ത്യ ടുഡേ ലേഖകനാണ്. ഞാൻ അപ്പോഴേ ആ സമയത്തൊക്കെ ഞാൻ മലപ്പുറത്തായിരുന്നു. ഇന്ത്യ ടുഡേ മോളിൽ നിന്ന് എന്നോട് പറഞ്ഞു, നമ്മൾ സൂക്ഷിക്കണം, കേരളത്തിൽ എന്ത് ചലനമുണ്ടായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമുക്കെന്തോ സംശയമുണ്ടായിരുന്നു ഉത്തരേന്ത്യ, പക്ഷെ എപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചത് ഉത്തരേന്ത്യ പോലെ അല്ലല്ലോ കേരളം എന്നൊരു ആശ്വാസവും അങ്ങപ്പുറത്തുണ്ട്. അപ്പോഴേ ഞാൻ ശിഹാബ് തങ്ങളുടെ വീട്ടിൽ അന്ന് കാലത്ത് ചെന്നപ്പോൾ അദ്ദേഹം ശാന്തനായിട്ടിരിക്കുന്നു. അന്ന് എന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് പലതവണ മുനീർ സാഹിബും ഞാനും കൂടെ പണക്കാട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ, അദ്ദേഹവും ഇതുപോലെ സുതാര്യമായ ശാന്തമായ മതേതര നിലപാടിൻ്റെ ഒരു മൂർത്തിയാണ് എന്ന് തന്നെ പറയാം. അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിശ്വാസവും. അതൊക്കെയും കൂടിച്ചേർന്നതാണ് ചന്ദ്രിക. അച്ചടി മാധ്യമങ്ങൾ പൊതുവേ ലോകത്തെങ്ങും കടുത്ത പ്രതിസന്ധിയെ അതിജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ ചന്ദ്രിക പോലെയുള്ള ഒരു പത്രത്തിന്, അതും മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു പത്രത്തിന് ഇത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് തോന്നുന്നു ലീഗിൻ്റെ അണികൾ നൽകുന്ന ഒരു സപ്പോർട്ട്, ഒരു തുറന്ന പിന്തുണ. ഒരു പാർട്ടി പത്രം എന്ന നിലയ്ക്ക് ഇവിടെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് മാത്രമാണ്. ഒപ്പം ചന്ദ്രികയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഈ ചന്ദ്രികയെ കാണുന്നത് അതിൻ്റെ ലേഖകന്മാരിൽ കൂടെയാണ്. അവിടെയുണ്ട് അതിസുന്ദരമായ ഒരു ഉദാഹരണം എനിക്ക് പറയാൻ. അതിസുന്ദരം എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും കുറഞ്ഞ പക്ഷേ ഇന്ത്യയിലെങ്ങും കൊട്ടിഘോഷിക്കാൻ ശേഷിയുള്ള ഒരു ഉദാഹരണമാണത്. ഞാൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അതേസമയം ഞാൻ ആക്റ്റീവായിട്ട് തന്നെ റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നു. മാതൃഭൂമിയിലായിരുന്നാലും പിന്നീട് ഇന്ത്യ ടുഡേ ആയിരുന്നാലും. അന്ന് ചന്ദ്രികയുടെ ബ്യൂറോ നയിക്കുന്നത് കുഞ്ഞു മുഹമ്മദ് വാണിമൽ എന്നയാളാണ്. കുഞ്ഞു മുഹമ്മദ് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് നവാസ് പറഞ്ഞു, ഇന്ന് അദ്ദേഹം ഇല്ല. കുഞ്ഞഹമ്മദ് വാണിമൽ BJP നിയന്ത്രിക്കുന്ന പത്രമായ ജന്മഭൂമിയുടെ അന്നത്തെ ബ്യൂറോ ചീഫ് K. കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞഹമ്മദ് വാണിമൽ, ഇവരൊക്കെ ഞങ്ങളെല്ലാം ഒരു ഒരു സംഘമാണ്. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഇപ്പം ഗ്രൂപ്പിന് പറഞ്ഞെങ്കിൽ പത്രക്കാർക്കൊക്കെ അല്ല രാഷ്ട്രീയക്കാർക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. എല്ലാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നേ. ഞങ്ങൾ അതിൻ്റെ ആ ഒരു മനോഹാരിത ഈ പറയുന്ന ഇത് ഉദാഹരണത്തിലുണ്ട്. ഇപ്പം നമ്മളൊരു പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഞാൻ മാതൃഭൂമിയിലായിരിക്കുമ്പോൾ ആരോടെങ്കിലും പറയടാ നീ കൂടെ എനിക്കൂടെ 2 വരി തരണേ എന്ന് പറയും. അവിടെ വരാൻ കഴിയാത്ത മനോരമയോ വേറെ ഏതെങ്കിലും ദീപികയോ പത്രമാണെങ്കിൽ പറയും ജയിക്കുവേടാ നീ എനിക്കൂടെ 2 വരി തരണേ. അപ്പോൾ നമ്മൾ എഴുതിയതിൻ്റെ കോപ്പി കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് സഹവർത്തിത്വം. ഇത് ആരോടും പറയല്ലേ മുൻ സാഹിബേ, ഇത് ജന്മഭൂമിയും ചന്ദ്രികയും തമ്മിലുള്ളൊരു അന്തർധാരയാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ചന്ദ്രിക ലേഖകൻ കുഞ്ഞഹമ്മദ് വാണിമൽ, കുഞ്ഞിക്കണ്ണൻ വന്നിട്ടില്ലെങ്കിൽ
കുഞ്ഞിക്കണ്ണൻ്റെ റിപ്പോർട്ടർമാരാരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു റിപ്പോർട്ട് BJP പത്രം എങ്ങനെ കൊടുക്കും അതേമാതിരി എഴുതി അങ്ങോട്ട് കൊടുക്കും. അതുപോലെയാണ് കുഞ്ഞിക്കണ്ണനും കൂട്ടരും ലീഗിൻ്റെ ചന്ദ്രികയുടെ കുഞ്ഞമ്മത്ത് വന്നിട്ടില്ലല്ലേ, ഞാനിത് തന്നേക്കാം, നീ കുഴപ്പമില്ല. അത് ചന്ദ്രികയിൽ എങ്ങനെ വരും അതേമാതിരി വൃത്തിയായി ചന്ദ്രികയുടെ ഭാഷയിൽ എഴുതി കൊടുക്കും. അതാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ ചന്ദ്രികയും ജന്മഭൂമിയും പിന്തുടർന്നിരുന്ന ഒരു വലിയ അന്തർധാര എന്ന് ഞാൻ പറയുകയാണ്. ഇത് നവാസെ, ഇതും ചന്ദ്രികയുടെ ചരിത്രത്തിൽ പെടുത്തണം. അടുത്ത എഡിഷനിൽ ഇതും നല്ല സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട വിഷയം തന്നെയാണ്. അത് നമ്മുടെ തിരുവനന്തപുരത്തെ പത്രക്കാരുടെ ഒരു പൊതുവായ സവിശേഷതയാണത്. നമ്മളങ്ങനെ എല്ലാവരും ദേശാഭിമാനിയുണ്ട്, ജന്മഭൂമിയുണ്ട്. ജന്മഭൂമിയുടെ കുഞ്ഞിക്കണ്ണനൊക്കെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾ പത്രക്കാരൊന്നും അത്ര BJPക്കാരൊന്നും അല്ല കേട്ടോ, തിരുവനന്തപുരത്തെ പത്രക്കാർ. എന്നാലും കുഞ്ഞിക്കണ്ണനെ ഞങ്ങൾ പ്രസിഡൻ്റാക്കി. അപ്പോൾ വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ, ഞാൻ പഴയ പ്രസിഡൻ്റാണ്, ജില്ലാ പ്രസിഡൻറ്റ്. അപ്പോൾ കുഞ്ഞി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ കുഞ്ഞിന്നാണ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ. കുഞ്ഞി എന്നെ വിളിച്ച് പറഞ്ഞു, ജേക്കബേ ഒന്ന് ഇടപെടണം, നമ്മുടെ അവനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, DGP ഒന്ന് കാണണം. ഏതാ സൂര്യ TV-യുടെ അന്നൊരു പ്രശ്നം ഉണ്ടായില്ലേ, KV തോമസിൻ്റെ വ്യാജരേഖ കേസ്. അതിൽ സൂര്യ TV-യുടെ കറസ്പോണ്ടൻ്റ് ഒളിവിപ്പോയി. അപ്പോൾ അവനൊന്ന് ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, അവൻ നമ്മളാളൊന്നും അല്ലല്ലോ, നമ്മൾ നോക്കണോ, അല്ല ഇടപെടണം, നമ്മൾ ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞു. ഞാൻ DGP ഒക്കെ വിളിച്ച് അത്യാവശ്യം അന്നത്തെ DGP KJ ജോസഫുമായിട്ട് ഞാൻ നല്ല ബന്ധമുണ്ടായിരുന്നു. അന്നത്തെ സൂര്യലേഖകൻ ഇന്ന് ജനൻ TV-യുടെ പത്രാധിപരാണ്. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ മാത്രമല്ല, യൂണിയൻ പ്രവർത്തകരും ഇന്ന പത്രം എന്ന് നോക്കാതെ, ഇന്ന പാർട്ടിയുടെ പത്രം എന്ന് നോക്കാതെ, ഇന്ന പാർട്ടിക്കാരൻ, ഇന്ന ചിന്താഗതിക്കാരൻ, ഇന്ന ജാതിക്കാരൻ എന്നൊക്കെ നോക്കാതെ വളരെ സുതാര്യതയോടെ ഇടപെടുന്നവരാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ എന്ന് തന്നെ പറയണം. ജഗവട്ട, ഞാൻ ഇടപെടാൻ നോക്കിയത് ജഗവട്ടൻ ജന്മഭൂമിയും ചന്ദ്രയും തമ്മിലുള്ള ഇടപെടെ പറ്റി പറഞ്ഞപ്പോൾ ഓർത്തു പോയൊരു സംഭവങ്ങൾ ഒരു പങ്കുവെച്ചിട്ടില്ലെങ്കിൽ ഒരു ശരികേടാന്ന് തോന്നുന്നതാണ്. ചന്ദ്രിക പത്രവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാലോ. ഒരിക്കൽ 67 ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും കീരിയും പാമ്പും പോലെ രണ്ട് ചേരിയിൽ നിന്ന് പരസ്പരം യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിന് സമാനമായൊരു സംഭവം ഓർമ്മ വന്നതാണ്. ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ CH മുഹമ്മദ് ആയിരുന്നു. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ശങ്കരപിള്ള. ഇവർ രണ്ടാളും ഗോവിന്ദപിള്ള, P. ഗോവിന്ദപിള്ള ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും ചന്ദ്രയുടെ ചീഫ് എഡിറ്റർ CH മുഹമ്മദ് ആയിരുന്നൊരു സമയത്ത് ഇവർ വലിയ സുഹൃത്തുക്കളാണ്. പക്ഷേ പരസ്പരം ഈ CH എഴുതുന്ന ലേഖനങ്ങൾക്ക് പിറ്റേന്ന് അദ്ദേഹം മറുപടി എഴുതും, അദ്ദേഹം എഴുതുന്നത് പിറ്റേന്ന് നോക്കി അതിന് അന്ന് തന്നെ മറുപടി എഴുതിയാലേ CH ഉറക്കും. ആ രീതിയിൽ പരസ്പരം അംഗം വെട്ടുന്നവരാണ്. അന്ന് ഇതൊന്നും ഈ കമ്പോസിങ് സംവിധാനമൊന്നുമല്ലല്ലോ, അക്ഷരങ്ങൾ പെറുക്കി വെക്കുന്ന സംവിധാനമാണ്. അക്ഷരങ്ങൾ പെറുക്കി വെച്ചിട്ട് പിന്നെ അത് ആണ് പേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ കുറേ കഴിയുമ്പോൾ തേഞ്ഞു പോകും. അപ്പോൾ തേഞ്ഞു പോകും, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ പത്രങ്ങളത് മാറ്റി പുതിയ അക്ഷരങ്ങൾ വെക്കും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ ഒരു ദിവസം CH മുഹമ്മദ് കോയ ചന്ദ്രികയിൽ നിന്ന് P. ഗോവിന്ദപിള്ളയെ വിളിക്കുന്നു. അപ്പോൾ PG അല്ലേ? അതെ, ഞാൻ CH ആണ്. എന്താ CH? ഞാൻ ഇപ്പോൾ CH-നെ ഓർത്തേ ഉള്ളൂ, അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയാണെന്ന്. എന്താ കാര്യം പറയൂ. അല്ല, CH വിളിച്ച കാര്യം പറയൂ. അല്ല, PG വിളിക്കാൻ ഉദ്ദേശിച്ച കാര്യം പറയൂ. രണ്ടാളും തർക്കമായി. ഒടുവിൽ CH-നെ പറഞ്ഞു, ഇവിടെ എനിക്ക് ഈ റണ്ണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രത്തിൽ വരുന്ന എഴുതുന്ന പോയിന്റ്, ആ പോയിന്റിലുള്ള സ എന്നത് തേഞ്ഞ് മാഞ്ഞ് തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സ എനിക്ക് ജ എന്ന അക്ഷരം തേഞ്ഞ് പോയിട്ടുണ്ട്, കുറച്ച് ജ അക്ഷരം കൊടുത്തേക്കണം, അതിനെ ഞാൻ വിളിക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ P. ഗോവിന്ദപിള്ള ഭയങ്കരമായി ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഇതേ കാര്യത്തിനാണ് CH-നെ വിളിക്കാൻ വിചാരിച്ചത്. ഇവിടെ ജ എന്ന അക്ഷരം സ എന്ന അക്ഷരം തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ തീർന്നു. എന്താ കാര്യം വെച്ചാൽ അന്ന് ചന്ദ്രയിൽ ഏത് മുസ്ലിം പേര് വരുമ്പോഴും സാഹിബ് ജനാബ് എന്ന് വരും. ജനാബ് MK മുനീർ, ജനാബ് നവാസ് പൂനൂർ, അല്ലെങ്കിൽ ജനാബ് ഹമീദ് അലി, അങ്ങനെയുള്ള ഒരു ജ വെച്ചിട്ടാണ് മുസ്ലിം പേരൊക്കെ വരിക. ദേശാഭിമാനിയിലോ ഏത് പേര് വെക്കുകയാണെങ്കിലും അത് സഖാവ് എന്ന് വെച്ച് സ വെച്ചിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ കണ്ടമാനം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ 2 അക്ഷരവും തേഞ്ഞു പോയി. അപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ ഉദ്ദേശത്തിനാണ് പറഞ്ഞത്. പരസ്പരം അവരെന്ത് ചെയ്തു? അക്ഷര കൈമാറ്റം നടത്തി. അപ്പോൾ കുറച്ച് ജ CH
സി എച്ചിന് പി ഗോവിന്ദപിള്ള അയച്ചു, ഗോവിന്ദപിള്ളിക്ക് കുറേ ചന്ദ്രികയിൽ നിന്ന് അയച്ചു എന്നുള്ളതാണ് കഥ. ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായത്, പിന്നെ അപ്പോൾ ഇങ്ങനെ അംഗം വെട്ടുന്ന സമയത്ത് നമ്മളൊക്കെ വിദേശത്തൊക്കെ എഡിഷൻ തുടങ്ങി. അപ്പോൾ ദേശാഭിമാനിയിൽ ഇവർ ലീഗിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ലേഖനം വരും, മുഖപ്രസംഗം വരും. ചന്ദ്രികയിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള ലേഖനങ്ങളാണ് വരിക. അപ്പോൾ ബഹ്റൈനിൽ ചന്ദ്രിക അടിക്കുന്നതും ദേശാഭിമാനി അടിക്കുന്നതൊക്കെ ഒരു പ്രസ്സിലാണ്. അപ്പോൾ ചന്ദ്രികയുടെ ഒരു പേജ് ദേശാഭിമാനി അടിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതും എഡിറ്റോറിയൽ പേജ് അങ്ങനെ അടിച്ചു വന്നു. ഇത് കടങ്കഥയല്ല. സത്യത്തിൽ 2010 ഡിസംബർ മാസം 26-ാം തീയതി ഇറങ്ങിയ ദേശാഭിമാനിയിലെ 6ാമത്തെ പേജ്, അതായത് എഡിറ്റോറിയൽ പേജിൽ അടിച്ചു വന്നത് ചന്ദ്രികയുടെ മുഖപ്രസംഗവും ചന്ദ്രികയുടെ ലേഖനവും. ആ ലേഖനം എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നഖശിഖാന്തം വിമർശിക്കുന്ന അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിൻ്റെ ലേഖനം. ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയെ കെ എൻ എ ഖാദറിൻ്റെ ലേഖനം അടിച്ചു വന്നു. ആ ദേശാഭിമാനി ബഹ്റൈനിൽ നിന്ന് അടിച്ചത് പിടിക്കാം, പക്ഷേ ബഹ്റൈനിൽ നിന്ന് അത് കയറ്റി അയച്ചു എങ്ങോട്ട്? സൗദി അറേബ്യയിലേക്ക്. സൗദിയിൽ അത് വിറ്റു. സൗദിയിലെ സഖാക്കൾ ഉടനെ തന്നെ വിളി തുടങ്ങി ദേശാഭിമാനിയിലേക്ക്. ഇവിടെ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചീത്ത പറയുന്ന ലേഖനങ്ങളാണ് എന്ന് പറഞ്ഞു, ലേഖനമാണ്. നോക്കുമ്പോൾ ചന്ദ്രയുടെ പേജ് മാറിപ്പോയതാ. കാരണം അവിടെ പ്രസ്സിലുള്ളതൊക്കെ അറബികളാണ്. ബഹ്റൈനിലെ ഈ അച്ചടിക്കുന്ന പ്രസ്സിലുള്ള അറബികളാണ്. അവരാകെ നോക്കി എന്താ പേജിൻ്റെ നമ്പറാണ് നോക്കുക. അപ്പോൾ ദേശാഭിമാനി 6 പേജ് 12 പേജാണ്, ചന്ദ്രികയും 12 പേജാണ്. അപ്പോൾ പേജ് നമ്പർ നോക്കാൻ അവർക്ക് അറിയുമോ? സംഗതി വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ദേശാഭിമാനിയുടെ സൂപ്പർവൈസർ അന്ന് എന്തോ താമസിച്ചിട്ട് പ്രസ്സിലെത്തിയില്ല. അപ്പോൾ ദേശാഭിമാനിയുടെ സൂപ്പർവൈസർ പ്രസ്സിൽ വരാത്ത ദിവസം ഒരു പേജ് നോക്കി ഒപ്പിച്ച് വിടും. ചന്ദ്രയുടെ സൂപ്പർവൈസർ വന്നില്ല, അതും വിടും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അന്ന് പേജ് മാറിപ്പോയി ഈ അറബിയോട്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മിക്കാനുണ്ട്. ഞാൻ ഡോക്ടർ മുനീർ സാഹിബിന് കൊടുക്കാം. ഈ ചന്ദ്രിക പത്രത്തിൻ്റെ ആദ്യ കാലത്ത് ആഴ്ചപ്പതിപ്പായിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ ആ ഒരു സൈസിലാണ് അത് ഇറങ്ങാറുള്ളത്. ആ സമയത്താണ് സിദി സാഹിബിൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കെ എസ് മുഹമ്മദ് എന്നായിരുന്നു. എൻ്റെ പിതാവ് അവിടെ എഡിറ്ററുമാണ്. ആ സമയത്താണ് അവിടെ ഒരു കെ എസ് മുഹമ്മദിനൊരു കഥ കിട്ടുന്നത്. അപ്പോൾ ഈ കഥ കുഴപ്പമില്ല എന്ന് എൻ്റെ പിതാവിനോട് പറയും, ഇതൊന്ന് പ്രസിദ്ധീകരിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ കഥയുടെ പേര് എൻ്റെ പിതൃ സഹോദരൻ എന്നാണ്. അത് എഴുതിയിരുന്നത് MT വാസുദേവൻ നായരാണ്. അന്ന് അദ്ദേഹത്തിന് 17 വയസ്സേ ഉള്ളൂ. അത് എനിക്കൊന്ന് മോപ്പസാങ്ങിൻ്റെ ഒരു കഥയുടെ പരിഭാഷയായിരുന്നു. മൈ അങ്കിൾ ജോൾ എന്ന് പറയുന്ന ആ കഥയുടെ പരിഭാഷയാണ് എൻ്റെ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞ് 17ാമത്തെ വയസ്സിൽ MT അയക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരണത്തിന് ആ കഥയ്ക്കാണ് MTക്ക് ആദ്യമായി പ്രതിഫലം കിട്ടിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 5 കായാണ് അന്നത്തെ പ്രതിഫലം. MTക്ക് ആദ്യത്തെ പ്രതിഫലം കൊടുത്തിട്ടുള്ള പത്രം അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പ് എന്ന് പറയുന്നത് ചന്ദ്രികയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മാത്രമല്ല അന്ന് ഞങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻസൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് IV ശശി എന്നാണ്. IV ശശിയായിരുന്നു ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ MV ദേവൻ വന്നിട്ട് കഥകൾക്ക് പിന്നെ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുമായിരുന്നു. മാത്രമല്ല മുകുന്ദൻ അടക്കമുള്ളവർ ആദ്യം കാലങ്ങളിലൊക്കെ എഴുതിയത് ചന്ദ്രികയിലൂടെയാണ്. UA ഖാദറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത് ബാലഭംഗിയിലാണ്. അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴാണ് ആദ്യത്തെ കഥ അതിൽ പ്രസിദ്ധീകരിക്കുന്നത്. വിവാഹ സമ്മാനം എന്നായിരുന്നു ആ കഥയുടെ പേര്. അപ്പോൾ അങ്ങനെ കുറേ അധികം സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ ചന്ദ്രികയിലൂടെ എഴുതി വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അഭിമാനം. അന്ന് MT കവിതകൾ എഴുതുമായിരുന്നു. ആ കവിതകൾ പലപ്പോഴും ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ചരിത്രം കൂടി ചന്ദ്രികയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ആഴ്ചപ്പതിപ്പൊക്കെ നിന്ന് പോകുമ്പം ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കാറ് ഈ സാംസ്കാരിക രംഗത്തുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കുറിച്ചുള്ള വില അറിയില്ലെങ്കിലും ഞങ്ങൾ എഴുതി വളർന്ന ഈ ആഴ്ചപ്പതിപ്പ് നിന്നു പോകുന്നതിലുള്ള ആശങ്ക പലപ്പോഴും അവരാണ് പ്രകടിപ്പിക്കാറുള്ളത്. സാന്ദർഭികമായി അത് സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു.
ഈ നവാസ് പൂനൂരിൻ്റെ ചന്ദ്രിക ചരിത്രത്തിലെ കഴിഞ്ഞു നമ്മുടെ ഈ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് ചന്ദ്രിക ഒരുപക്ഷെ മലയാളിയുടെ ദൈനംദിന വാർത്താ വായന ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കില്ല. പക്ഷേ ഈ പുസ്തകം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചന്ദ്രിക എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് കേരള സമൂഹം ഉറ്റുനോക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു, അതിനെ തുടർന്നുണ്ടായ ദിവസങ്ങളിൽ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. നാളെ എന്താണ്, അല്ലെങ്കിൽ ആ ബാബറി മസ്ജിദ് തകർക്കാനിടയായ സാഹചര്യം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെയാണ് ആ ദിവസങ്ങളിൽ മറ്റെല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത്. പക്ഷേ ചന്ദ്രിക ചർച്ച ചെയ്തത് ആ ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെ സന്ദേശം. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിലൂടെയാണ് ആ സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നത്. ഒരു ഹൈന്ദവ ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് ഒരു കല്ല് പോലും വീഴരുത്, ഹൈന്ദവ സഹോദരങ്ങൾക്ക് നിങ്ങൾ കാവൽ നിൽക്കണം, യാതൊരു തരത്തിലുള്ള സ്പർദ്ധയും ഈ മണ്ണിലുണ്ടാകാൻ പാടില്ലെന്ന ആ വളരെ മഹത്തായ ചരിത്രം അടയാളപ്പെടുത്തുന്ന ആ സന്ദേശം ചന്ദ്രികയിലൂടെയാണ് നൽകുന്നത്. തുടർന്ന് നാദാപുരമായാലും ഏറ്റവും ഒടുവിൽ മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ ചന്ദ്രിക പൊതുസമൂഹത്തോട് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ മാർഗമാണ്. ഒരു മതേതര സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കൃത്യമായ അടയാളങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ നൽകാൻ ചന്ദ്രികയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് നവാസ് പൂനൂർ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലൊരു മാധ്യമം ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊന്നും ഉണ്ടാവില്ല. ഒരു മാധ്യമത്തിൻ്റെ നിലപാട് ഒരു സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്നത് അത് അന്നും ഇന്നും എല്ലാ കാലവും അത് ചന്ദ്രികയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഓരോ തലമുറയുടെ വളർച്ചയിലും ഇപ്പോൾ ആദ്യം അക്ഷരം പഠിപ്പിച്ചു, അത് കഴിഞ്ഞവരെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാസമ്പന്നരുള്ള, ഏറ്റവും അധികം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോയത് മലബാറിലെ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല ഒരു കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന മലപ്പുറം ജില്ല ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ചന്ദ്രിക കടന്നു വന്ന വഴികളിലെല്ലാം ചന്ദ്രികയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭാവനകളെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തി വെക്കുന്നതാണ് ചന്ദ്രിക ചരിത്രം എന്ന പുസ്തകം. ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഓരോ കാലത്തും ചന്ദ്രിക പറഞ്ഞതെല്ലാം കൃത്യമായി അടയാളപ്പെടുത്താൻ ഈ പരിമിതമായ പേജുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പരിമിതമായ പേജുകളിൽ അത് അവസാനിക്കുന്ന ഒരു ചരിത്രമല്ല. അത് ഈ പുസ്തകത്തിൻ്റെ ചില സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പുസ്തകം വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഈ അരമണിക്കൂറിലോ ഒരു മണിക്കൂറിലോ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ല ഇത്. പ്രത്യേകിച്ച് 90 വർഷം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു പത്രത്തെക്കുറിച്ച് അരമണിക്കൂറിൽ ഒതുങ്ങുന്ന ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ വളരെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ ഒരു വിഷയം കൂടെ പറയണേ ഇതിനകത്ത്. ഇത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഒടിച്ച് വായിച്ചു നോക്കിയതേ ഉള്ളൂ. ബൃഹത്തായ ഒരു ക്യാൻവാസാണ്. ഒരു ക്യാൻവാസിലാണ് അദ്ദേഹം ചന്ദ്രിക എന്ന പത്രത്തിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ലോകചരിത്രം എന്ന് പറഞ്ഞാൽ 1440 ജോഹനസ് ഗുട്ടൻബർഗ് എന്ന ജർമ്മൻകാരൻ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. സമയം കഴിഞ്ഞോ? ഇല്ല, ഓക്കെ. അത് ആദ്യം ആ അച്ചടി യന്ത്രത്തിൽ ബൈബിളാണ് അച്ചടിച്ച് പ്രചരിപ്പിച്ചത്. ബൈബിൾ ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തുമതത്തിൻ്റെ പ്രചരണത്തിന് വളരെ ഉപകരിച്ചു. അത് കഴിഞ്ഞ് വർത്തമാനം പുറത്തറിയിക്കാൻ അച്ചടി ഉപയോഗിക്കാം എന്ന ആൾക്കാർ കണ്ടുപിടിച്ചു. അങ്ങനെ വാർത്തകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. അമേരിക്കയിലെ ചിലർ അതിൻ്റെ അകത്ത് ഒരു വസ്തു വിൽക്കാനുണ്ട്, ഒരു വീട് വിൽക്കാനുണ്ട് എന്നിങ്ങനെ പരസ്യം കൊടുത്താൽ കാശുണ്ടാക്കാമല്ലോ എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ വലിയ സംഭവമായിട്ടങ്ങ് മാറുകയാണ്. ഇന്ന് ലോകത്തിലെ പ്രധാന പത്രങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത് വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഒരു പത്രം തുടങ്ങി, ഇന്ത്യൻ ഒപ്പീനിയൻ. പിന്നീട് അത് ഇന്ത്യയിൽ ഹരിജൻ, യങ് ഇന്ത്യ എന്നൊക്കെയുള്ള നവജീവൻ എന്നിങ്ങനെയൊക്കെയുള്ള പത്രം തുടങ്ങി. അദ്ദേഹം ഓരോ 10 പൈസയുടെ പരസ്യം മേടിക്കാതെയാണ് ആ പത്രങ്ങളെല്ലാം നടത്തിയത്, ആ പ്രസിദ്ധീകരണങ്ങളെല്ലാം നടത്തിയത്, ഒരു മാതൃക സൃഷ്ടിച്ചത്. ഇന്ന് പരസ്യം ഒന്നും ഇല്ലാതെ ഒരു പത്രത്തിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ആ ചരിത്രത്തിൻ്റെ ഒരു എവല്യൂഷൻ പറയുകയായിരുന്നു. അതിങ്ങോട്ട് വന്നിട്ട് ദേശാഭിമാനിയുടെ ആവിർഭാവം, ഇന്ത്യയിൽ പത്രങ്ങൾ എങ്ങനെ ജനിച്ചു വളർന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ സാക്ഷരതയും പത്രമാധ്യമങ്ങളുടെ പ്രചാരവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്.
മുസ്ലിം സമുദായം വളരെ വിദ്യാഭ്യാസത്തിലും സാമാന്യ ജീവിതത്തിലും സാമ്പത്തികമായിട്ടുമൊക്കെ താഴേക്കിടയിലിരുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും ചന്ദ്രിക ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് 1967 സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേർന്നു എന്നുള്ളതാണ്. ചരിത്രം ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ് മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ ലീഗ് തൊട്ടുകൂടാത്ത പാർട്ടിയായിരുന്നു. കഷ്ടിച്ച് സീതി സാഹിബിനെ ലീഗിൽ നിന്ന് രാജിവെപ്പിച്ചിട്ട് സ്പീക്കറാക്കി എന്നതൊഴിച്ചാൽ ലീഗിന് ഗവൺമെൻറ്റിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ 67 ആയപ്പോഴേക്ക് EMS നമ്പൂതിരിപ്പാട് ഇറങ്ങി മലപ്പുറത്ത് പോയി, കോഴിക്കോട്ട് പോയി, ലീഗ് നേതാക്കളെ കണ്ടു, CH ഉൾപ്പെടെയുള്ളവരെ കണ്ട് സംസാരിച്ചിട്ട്, അഴീക്കോടിൻ്റെ അവനുണ്ടായിരുന്നു കൂടെ, സംസാരിച്ചു. ഒരു കോഴിക്കോട്ട് രാത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അത് MC വടകരയുടെ CHൻ്റെ ജൈവീകരണത്തിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. രാത്രിയായിട്ടും ചർച്ച അങ്ങോട്ട് തീരുന്നില്ല. ചർച്ച തീരാത്തത് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, ഒരു ഹൈക്കോടതി ജഡ്ജി വേണം, ഒരു PSC അംഗം വേണം എന്നുള്ളതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. CH ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉള്ളവർ ലീഗിൻ്റെ ആവശ്യം EMSനോട് പറയുകയാണ്. EMS പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ചർച്ച ഇങ്ങനെ നീണ്ടുപോയി, തീരുമാനമാകുന്നില്ല. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ആവി പറക്കുന്ന ബിരിയാണിയുടെ മീൻ ബിരിയാണിയാണ് മണം വരുന്നു. അപ്പോൾ EMS പറഞ്ഞു സമയം ഒത്തിരി ആയില്ലേ, നമുക്ക് ആഹാരം കഴിച്ചിട്ടിരിക്കാം. അങ്ങനെ ചൂട് പറക്കുന്ന മീൻ ബിരിയാണി EMS നമ്പൂതിരിപ്പാട് രുചിയോടെ കഴിച്ചു, എല്ലാവരും കൂടെ കഴിച്ചു. പെട്ടെന്ന് അത് കഴിഞ്ഞ് ചർച്ച തുടങ്ങി. 10 മിനിറ്റ് കൊണ്ട് എല്ലാം അംഗീകരിച്ച് ചെയ്യുകയും ചെയ്തു. ഇതാണ് MC വടകര ജൈവീകരണത്തിൽ പറയുന്നത്. ഇതിനകത്തൊരു കടപ്പാടും കൂടിയുണ്ട്. എനിക്ക് CHനെ കുറിച്ചും ലീഗിനെ കുറിച്ചും കുറച്ച് അറിയണമായിരുന്നു. അപ്പോൾ ഞാനൊരിക്കലും അസംബ്ലിയിൽ വെച്ച് മുനീർ സാഹിബിനോട് പറഞ്ഞു എനിക്ക് CHൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ തരണം. അടുത്ത തവണ വന്നപ്പോഴേ CHനെ കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം CH എഴുതിയ പുസ്തകങ്ങൾ, യാത്രാക്കുറിപ്പുകൾ എന്നിങ്ങനെ CHൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ, CHനെ കുറിച്ച് MC വടകരയെ പോലുള്ളവർ എഴുതിയ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരു ട്രക്ക് നിറച്ച പുസ്തകങ്ങൾ മുനീർ സാഹിബ് എനിക്കൊണ്ട് തന്നു. എൻ്റെ വീട്ടിലെ പുസ്തകങ്ങളല്ല മരിൽ പ്രധാന പങ്കും. ഇന്ദു കേൾക്കുന്നുണ്ടോ? ലൈബ്രറീനാ, അടുക്കി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം മുനീർ സാഹിബ് കൊണ്ടുതന്ന പുസ്തകങ്ങളാണ് ഇത് പ്രധാനം. അതുകൊണ്ട് CH എന്ത് ലീഗിനെ കുറിച്ചൊക്കെ എന്ത് രാഷ്ട്രീയം വന്നാലും പെട്ടെന്ന് എടുക്കാൻ MC വടകരയുടെ പുസ്തകം കൂടി ഉണ്ട് എൻ്റെ കൂടെ. ഒരു കാര്യം കൊണ്ട് പറയാം, അന്ന് മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വിമുഖതയായിരുന്നു. അന്നത്തെ നേതാക്കൾ, സമുദായ നേതാക്കൾ പഠിപ്പിച്ചിരുന്നത് ഇംഗ്ലീഷ് സാത്താൻ്റെ ഭാഷയാണ്, ഹറാമാണ് മുസ്ലിമിന്, അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചുകൂടാ. പക്ഷേ EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, അതിന് പ്രചാരണം നൽകി. ഒരു പക്ഷേ മലപ്പുറത്ത് ഇത്രയധികം സ്കൂളുകൾ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒരു പ്രദേശത്ത് ഇത്രയധികം സ്കൂളുകൾ ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ല, ഞാൻ പിന്നീട് ഇന്ത്യ ടുഡേയിലാവുമ്പോൾ 91, 92, 93 അവിടെയൊക്കെ കറങ്ങുമ്പോൾ കാണാം മുസ്ലിം ഇംഗ്ലീഷ് ഹൈസ്കൂൾ, എന്തുമാത്രം ബോർഡുകളാണ്. അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ച. പിന്നീട് ലീഗ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴാണ്, മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിരുന്നപ്പോഴാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഈ റാങ്കൊക്കെ വേണ്ട മലപ്പുറത്ത് പോകുന്നു, എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്ന്. അന്നൊക്കെ അതുവരെ ഞങ്ങൾ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് പ്രീ ഡിഗ്രി, SSLC, BSc ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ഒക്കെ വരും. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിരുന്നപ്പോഴേ മോട്ടോർ സൈക്കിളിൽ ക്യാമറ ഫോട്ടോഗ്രാഫറെ വെച്ചും കൂടെ ഒന്ന് കറങ്ങിയാൽ മതി, എല്ലാ റാങ്കുകാരും കിട്ടും. പക്ഷേ ഇപ്പം 1, 2, 3 റാങ്ക് മെഡിക്കൽ എൻട്രൻസ് വന്നു, അവിടെയൊക്കെ റാങ്ക് കിട്ടിയവരെയൊക്കെ ആണെങ്കിൽ മലപ്പുറത്ത് പോകേണ്ടി വരുന്നു. തീർച്ചയായിട്ടും CH തുടങ്ങി വെച്ച ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവമാണ് അതിൻ്റെ പിന്നിൽ. അതിന് ചന്ദ്രികയും വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. മുനീർ സാഹിബ് വല്ലതും പറയുന്നോ? വളരെ നന്ദി. ഈ ചടങ്ങ് അവസാനിച്ചായിരിക്കുന്നു.